ഉള്ളത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളായ പെണ്ണുങ്ങളെ പോലും തോപ്പിച്ച് കളയുന്ന രീതിയില്, അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയില് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. നിങ്ങൾ എന്നോട് ദേശം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല, നിങ്ങൾ എന്നോട് ദേശം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല, നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെ ഇരുന്ന നാളെ അല്ലാഹു നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് എന്റെ ശരീരമായിരിക്കും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ്. അല്ലാഹുവേ, ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ, അവളുടെ നടത്തവും അവളുടെ സ്വഭാവവും അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ, ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്തേ സംഭവിച്ചത്, ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എന്തേ സംഭവിച്ചത്, എന്തെല്ലാം കോമാളിത്തരങ്ങളാണ്, എന്താണ് അല്ലാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല, അവൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടവളാണെന്നുള്ള ഓർമ്മയില്ല. ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു എന്നെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മറന്നു പോവുകയാണ്. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, പണ്ടുള്ള പെണ്ണുങ്ങൾ തന്റെ മുഖം മറ്റൊരുത്തനെ കാണുന്നത് പേടിച്ചിരുന്ന ഒരു കാലമുണ്ട്, ലജ്ജയുണ്ടായിരുന്ന ഒരു കാലമുണ്ട്, അവന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണുങ്ങളുടെ കാലമുണ്ട്. പക്ഷേ ഇന്ന് പടച്ചവനെ, എന്റെ സഹോദരിമാര്, പടച്ചവനെ ടിക്ടോക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടുന്ന കാലവാ, ടിക്ടോക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പെങ്ങള്? 15ഉം 20ഉം വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ, 40 തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്നതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. 15ഉം 20ഉം വയസ്സുള്ള പെമ്മക്കള് പോകട്ടെ, 40 തികഞ്ഞ എന്റെ ഉമ്മമാര് പോലും ഇന്നതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്.